ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ആണ്. നമുക്ക് ഡയറക്റ്റായിട്ട് പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് പ്രോബ്ലം, എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഇറ്റ്സ് മോഷൻ ഫ്രം റെസ്റ്റ്. അപ്പം റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അണ്ടർ ദ ആക്ഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഫോഴ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 10 സെക്കൻഡ്സ് ഈസ് S1, അതായത് ഡിസ്റ്റൻസ് ഇൻ ഫസ്റ്റ് 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. അതായത് S in 10 seconds is equal to S1 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഡിസ്റ്റൻസ് ഇൻ ഫസ്റ്റ് 20 സെക്കൻഡ് തന്നിട്ടുണ്ട്. S in 20, അത് S2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ റിലേഷൻ കണക്റ്റിങ് S2 ആൻഡ് S1 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നേക്കുന്നത് S2 is equal to 2S1, S2 equal to 3S1, S2 equal to 4S1, S2 equal to S1. ഇത് CBSE AAPMT 2009 ചോദിച്ച ചോദ്യമാണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അണ്ടർ കോൺസ്റ്റന്റ് ഫോഴ്സ് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്തതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഫസ്റ്റ് 10 സെക്കൻഡ് തന്നിട്ടുണ്ട് S1, ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഫസ്റ്റ് 20 സെക്കൻഡ് തന്നിട്ടുണ്ട് S2. അങ്ങനെയാണ് S2ഉം S1ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്കറിയാം, കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണ് S = ut + ½ at² നമുക്ക് എഴുതാം. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആകുമ്പോൾ S = ½ at² എന്ന് എഴുതാം. ഫസ്റ്റ് 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ S1 അതിൻ്റെ വാല്യൂ ½ × a × 10² എന്ന് കിട്ടും. അപ്പോൾ ½ a × 100 എന്ന് കിട്ടും. അപ്പോൾ ഇത് 50 a എന്ന് കിട്ടും. അതാണ് S1. ഓക്കെ, S1 കിട്ടി. ഇതേ കൂട്ട് നമ്മൾ S2 കാണുമ്പോൾ എന്ത് കിട്ടും? ut + ½ at² ആണ്. അപ്പം ഇനിഷ്യൽ 0 ആകുമ്പോൾ ½ a × t, ഫസ്റ്റ് 20 എന്ന് പറയുമ്പോൾ 20² എന്ന് കിട്ടും. അപ്പോൾ ½ a × ഇത് 400 എന്ന് കിട്ടും, = 200 a എന്ന് കിട്ടും. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഇതാണ് S2. ഓക്കെ, സോ S2 is equal to 4S1. ഇതല്ലേ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഉണ്ടോ? ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആദ്യം എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പാർട്ടിക്കിൾ ട്രാവൽസ് 10 മീറ്റർ ഇൻ ഫസ്റ്റ് 4 സെക്കൻഡ്. അപ്പം S = 10 മീറ്റർ ഇൻ ഫസ്റ്റ് 4 സെക്കൻഡ്. ഓക്കെ, ആദ്യത്തെ 4 സെക്കൻഡ്. ആൻഡ് 18 മീറ്റർ ഇൻ നെക്സ്റ്റ് 4 സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് 4 സെക്കൻഡിൽ അപ്പോൾ 18 മീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, ദെൻ അവർ പറയുന്നത് അസ്യൂമിങ് കോൺസ്റ്റൻറ്റ് ആക്സലറേഷനാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ന്യൂട്ടൺസ് ലോസ് ഉപയോഗിക്കാൻ പറ്റും. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ നെക്സ്റ്റ് 2 സെക്കൻഡ്സ്? നെക്സ്റ്റ് 2 സെക്കൻഡ് ഡിസ്റ്റൻസ് എത്രയാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് അല്ല തന്നിരിക്കുന്നത്, ഇൻഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് S ഇൻ ദ ഫസ്റ്റ് 4 സെക്കൻഡ് നമുക്ക് തന്നിരിക്കുന്നത് 10 മീറ്ററാണ്. നെക്സ്റ്റ് 4 സെക്കൻഡ് എന്ന് പറയുമ്പം ആദ്യത്തേത് +4 എന്നും കൂടെ വരും. അപ്പോൾ 8 സെക്കൻഡ്. അതാണ് നമുക്ക് 28 എന്ന് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുമ്പം 4 + 4 + 2 10 സെക്കൻഡിൽ എന്താണ്? ഓക്കെ, നെക്സ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് 4 സെക്കൻഡിനുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 8 സെക്കൻഡിനുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. അല്ലേ? ഇപ്പം നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഫസ്റ്റ് 4 സെക്കൻഡിൽ നമുക്ക് 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 4 സെക്കൻഡ്. നെക്സ്റ്റ് 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 8 സെക്കൻഡ്. നെക്സ്റ്റ് 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആകുന്നത് 18 മീറ്റർ. നെക്സ്റ്റ് 4 സെക്കൻഡ്, ഇത് 4 സെക്കൻഡ് അല്ലേ? ഇനി നെക്സ്റ്റ് 2 സെക്കൻഡ്, അതായത് ഈ 2 സെക്കൻഡ്, അതായത് 10 സെക്കൻഡ്. നെക്സ്റ്റ് 2 സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത്രയെന്ന് വെച്ചാൽ എന്താണ്? S10 - S8 അല്ലേ? അപ്പോൾ നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്, S10 - S8. ഇതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് 2 സെക്കൻഡ്. അപ്പം നമുക്ക് അല്ലേ നമുക്ക് S10 കാണാം. S10 കാണുമ്പോൾ
യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ്. ഇനീഷ്യൽ 0 ആണ്. സോ അല്ല, ഇനീഷ്യൽ തന്നിട്ടില്ല. എ പാർട്ടിക്കിൾ ട്രാവൽസ് 10 മീറ്റർ ഇൻ ഫസ്റ്റ് 4 സെക്കൻഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനീഷ്യൽ 0 എന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ യു എന്ന് തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ S10 എന്ന് പറയുന്നത് നമ്മളങ്ങനെ എടുക്കും, യു ഇൻറ്റു 10 പ്ലസ് ഹാഫ് എ ഇൻറ്റു 10 സ്ക്വയർ. ഇതൊരു ഇക്വേഷൻ വേണമെന്നത് മാർക്ക് ചെയ്യുക. S4 നമുക്ക് തന്നിട്ടുണ്ട്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണല്ലോ. S4 10 എന്ന് തന്നിട്ടുണ്ട്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ 10 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് 4u പ്ലസ് ഹാഫ് എ ഇൻറ്റ് 4 16. അപ്പോൾ 10 ഈക്വൽ 4u പ്ലസ് 8a എന്ന് കിട്ടും. ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് അറിയാം S8 തന്നിട്ടുണ്ട്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ S8 28 എന്നാണ് തന്നിരിക്കുന്നത്, ഈക്വൽ ടു 8u പ്ലസ് ഹാഫ് എ 64 എന്ന് കിട്ടും. അപ്പോൾ 28 ഈക്വൽ ടു 8u പ്ലസ് 32a എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ 3 എന്ന് മാർക്ക്. അപ്പം 28 ഈക്വൽ ടു 8u പ്ലസ് 32a എന്നാണല്ലോ. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 7 ഈക്വൽ ടു 4 2u പ്ലസ് 4 8. കറക്റ്റ് അല്ലേ? പിന്നെ ആദ്യത്തേത് നമുക്ക് വെട്ടുമ്പം 2 വെച്ച് വെട്ടാം അല്ല, ഇക്വേഷൻ 2. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു 2u പ്ലസ് 4a എന്ന് കിട്ടും 2 വെച്ച് വെട്ടുമ്പം. അപ്പം ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ ടു 4a എന്ന് കിട്ടും. a ഈസ് ഈക്വൽ ടു 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ S10 കിട്ടും. S10ൻ്റെ വാല്യൂ 10u പ്ലസ് ഹാഫ് എ ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യു കിട്ടും. അതായത് 5 ഈക്വൽ ടു 2u പ്ലസ് 4a എന്നല്ലേ. അപ്പോൾ 5 ഈക്വൽ ടു 2u പ്ലസ് 4 ഇൻറ്റു 0.5, ഇത് 2 എന്ന് കിട്ടും. 5 ഈക്വൽ ടു 2u പ്ലസ് 2 എന്ന് കിട്ടും. 3 ഈക്വൽ ടു 2u എന്ന് കിട്ടും. യു ഈക്വൽ ടു 3/2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ യു ഇവിടെ കൊടുക്കുക. 10 ഇൻറ്റു S10 എന്ന് വെച്ചാൽ 10 ഇൻറ്റു 3/2 പ്ലസ് ഹാഫ് ഇൻറ്റു 100. ഇത് 5 15 പ്ലസ് 4 25 40 മീറ്റർ എന്ന് കിട്ടും. S8 എന്തുവാണ്? അപ്പം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ്. യു നമുക്കറിയാം 3/2, ടി എന്ന് പറയുമ്പോൾ 8 പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 64. അപ്പോൾ ഇത് 2 4 12 പ്ലസ് 2 4 16 28. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഇൻ ദ നെക്സ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ S8 മൈനസ് S10. അപ്പോൾ 40 മൈനസ് 28 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ 12 മീറ്ററാണ് ആൻസർ. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല പ്രോബ്ലമാണ്. കാരണം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ ഇങ്ങനെ ഒരു ഫിഗറിൽ കൂടെ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ് ആയിപ്പോകും. ഫസ്റ്റ് 4 സെക്കൻഡിൽ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 10 മീറ്റർ. നെക്സ്റ്റ് 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 8 സെക്കൻഡിൽ ഈ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് 18 മീറ്റർ. നെക്സ്റ്റ് 2 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യും നെക്സ്റ്റ് 2 സെക്കൻഡ്. അതായത് S10 മൈനസ് S8 അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ ഈ 2 കാര്യം തന്നേക്കുന്ന വെച്ചുകൊണ്ട് നമ്മളിത് സോൾവ് ചെയ്യണം. അതാണ് ഐഡിയ. ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഇനി ഒരു കൺസെപ്റ്റാണ്, ഇത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദ nth സെക്കൻഡ്. ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദ nth സെക്കൻഡ്. അതായത് നമുക്ക് ഇപ്പോൾ തന്നേക്കുന്നുണ്ട്, ഇതൊരു 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ്. ഈ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദ nth സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ്സ് അല്ല സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ഇൻ n സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ഇൻ n-1. അതായത് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ സപ്പോസ് 3rd സെക്കൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് S3 മൈനസ് S2 ആണ്.
അതായത് S3 എന്ന് പറയുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് മൈനസ് S2 എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 3 സെക്കൻഡ് 3 സെക്കൻഡ് കിട്ടും. ഇതാണ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 3rd സെക്കൻഡ്. കണ്ടോ? ഇനി ഇത് അറിഞ്ഞിരിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സപ്പോസ് if the distance travelled by the particle is given by is equal to 5t plus 2t square meter. Find the distance travelled in 3rd second. സെക്കൻഡ്സ് അല്ല, 3rd സെക്കൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണും. നമുക്കറിയാം 3rd സെക്കൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S3 മൈനസ് S2 കാണും. ഇപ്പോൾ S3 കൊടുക്കുമ്പോൾ എന്തോ 5 into 3 പ്ലസ് 2 into 3 സ്ക്വയർ മൈനസ് 5 into 2 പ്ലസ് 2 into 2 സ്ക്വയർ. ഇത് 15 പ്ലസ് ഇത് 9 18 മൈനസ് 10 പ്ലസ് 8 എന്ന് കിട്ടും. അപ്പോൾ ഇത് 15 പ്ലസ് 18 മൈനസ് 18 കിട്ടും. 15 മീറ്ററാണ് ആൻസർ. കണ്ടോ? വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യം. അപ്പം നമുക്കിതിന് ഡയറക്റ്റായിട്ടൊരു ഫോർമുലയുണ്ട്. അതായത് S=UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇത് ഡിസ്റ്റൻസ് ഇൻ n സെക്കൻഡ്സ്. ഇപ്പം t സെക്കൻഡ്സ് ആണ്. നമുക്ക് nth സെക്കൻഡ് കാണാൻ എന്താണ് ഫോർമുല? ഞാൻ നേരത്തെ പറഞ്ഞത് n സെക്കൻഡ് മൈനസ് n-1 എടുക്കുക. അപ്പോൾ ഇതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടും? നമുക്ക് NU പ്ലസ് ഹാഫ് AN സ്ക്വയർ മൈനസ് U ഇൻറ്റു n-1 പ്ലസ് ഹാഫ് A ഇൻറ്റു n-1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ NU പ്ലസ് ഹാഫ് AN സ്ക്വയർ, ഇതാണ് ഡിസ്റ്റൻസ് ഇൻ nth സെക്കൻഡ് എന്ന് പറയുന്നത്, മൈനസ് NU മൈനസ് U പ്ലസ് ഹാഫ് A ഇൻറ്റു n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ ഇത് NU പ്ലസ് ഹാഫ് AN സ്ക്വയർ മൈനസ് NU മൈനസ് U പ്ലസ് ഹാഫ് AN സ്ക്വയർ മൈനസ് NA പ്ലസ് A/2 ഇങ്ങനെ കിട്ടത്തില്ലേ? ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് അകത്തോട്ട് മൈനസ് കൊടുക്കുക. NU പ്ലസ് ഹാഫ് AN സ്ക്വയർ മൈനസ് NU പ്ലസ് U മൈനസ് ഹാഫ് AN സ്ക്വയർ പ്ലസ് AN മൈനസ് A/2. ഹാഫ് AN സ്ക്വയർ ഇത് വെട്ടിപ്പോയി, NU വെട്ടിപ്പോയി. അപ്പോൾ വേണ്ട, നമുക്ക് പിന്നെന്താണ് U പ്ലസ് AN മൈനസ് A/2 എന്നാണ്. അപ്പോൾ ഇതിനെ U പ്ലസ് A/2 ഇൻറ്റു 2n-1 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇതാണ് റിപ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്. ഡയറക്റ്റായിട്ട് ഫോർമുല വേണേൽ പഠിച്ച് വയ്ക്കാം, അല്ല ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഡിസ്റ്റൻസ് ഇൻ nth സെക്കൻഡ് ഈസ് ഡിസ്റ്റൻസ് ഇൻ n സെക്കൻഡ്സ് മൈനസ് ഡിസ്റ്റൻസ് ഇൻ n-1 സെക്കൻഡ്സ്. ഓക്കെ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. അപ്പോൾ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഡ്യൂറിങ് ദ 4th സെക്കൻഡ് ആൻഡ് 3rd സെക്കൻഡ്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡിസ്റ്റൻസ് ഇൻ 4th സെക്കൻഡ് ടു ഡിസ്റ്റൻസ് ഇൻ 3rd സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫോർമുല എന്താണ്? U പ്ലസ് ഹാഫ് ഇൻറ്റു 2n-1. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ. U പ്ലസ് ഹാഫ് ഇൻറ്റു 2n-1. ഇത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇനിഷ്യൽ 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇതെന്ത് കിട്ടും? A/2 ഇൻറ്റു 2 ഇൻറ്റു 4-1 ഡിവൈഡ് ബൈ A/2 ഇൻറ്റു 2 ഇൻറ്റു 3-1. A/2 ക്യാൻസലായി. 7 ഡിവൈഡഡ് ബൈ 5. ഇതാണ് ആൻസർ. റേഷ്യോ ഉണ്ട്, യൂണിറ്റ് ഒന്നുമില്ല. ഉണ്ടോ? ഇതാണ് ഐഡിയ. Okay, thank you.